നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞു. എവിടെ വെച്ചിട്ടാണ്? ക്രൂശി വെച്ച് ഒരു മനുഷ്യന് രക്ഷപ്പെടുവാനുള്ളത്. എന്താണ് രക്ഷ? നരകശിക്ഷയിൽ നിന്ന് വിടുതലിന് വേണ്ടിയുള്ള രക്ഷകൾ ചെയ്തു കഴിഞ്ഞു. പഴയ നിയമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ള പ്രവാചകന്മാർ ശക്തമായി പ്രവർത്തിച്ച പ്രവാചകന്മാരുണ്ട്. പക്ഷേ അവരെ കൊണ്ടൊന്നും ഒരു പാപത്തിന് പരിഹാരം രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സർവശക്തനാകുന്ന യേശുക്രിസ്തുവാകുന്ന ദൈവം തൻ്റെ ശിരസിൽ സകല മനുഷ്യരുടെയും മാനവജാതിയുടെ സകല പാപഭാരങ്ങളും ചുമന്നുകൊണ്ട് അവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന സകല ശിക്ഷകളും യേശുക്രിസ്തു ഏറ്റെടുത്തു. ക്രൂശിൽ ചുമന്നുകൊണ്ട് ഗോൽഗോത്ത എന്ന മലയിലേക്ക് യേശുക്രിസ്തു കടന്നു പോകുവാനിടയായി തീർന്നു. അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തു പാപത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ, അല്ലെങ്കിൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ മരണം കൊണ്ട് നീക്കി. അപ്പോൾ ഈ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാച് നീങ്ങാതെ ഒരു വിടുതൽ വരത്തില്ല. എന്നാൽ ഈ പിശാചിനെ നീക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞോ? അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് കഴിഞ്ഞു? മോശയുടെ ശരീരം പിശാച് ചോദിച്ച് നടക്കപ്പെടും. അപ്പോൾ മോശയെ കൊണ്ട് കഴിയാത്തത്, ഏലിയാവിനെ കൊണ്ട് കഴിയാത്തത്, പ്രവാചകന്മാരെ കൊണ്ട് ആരെക്കൊണ്ടും കഴിയാത്തത് യേശുവിന് കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, ഇവരെക്കാളും വലിയവനാണ് യേശുക്രിസ്തു. പഴയ നിയമത്തിലെ പ്രമാണം നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് കഠിനമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ പഴയ നിയമത്തിനേക്കാളും കഠിനമായിരിക്കുന്നതാണ് പുതിയ നിയമത്തിൽ. കാരണം മോശയെക്കാളും വലിയവനാണ് യേശുക്രിസ്തു. ഒത്തിരി പുതിയ നിയമം പഠിക്കുമ്പോൾ എളുപ്പമാണെന്ന് ചിന്തിക്കേണ്ട. സഹോദരനെ നിസാര എന്ന് പറയുമ്പോൾ അവൻ കൊലപാതകത്തിന് യോഗ്യനാണ്. അത്രയും വലിയ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടൊന്നും ശ്രദ്ധ വരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ നമ്മളെപ്പോൾ ഓർക്കണം. കാരണം രക്ഷപ്പെടുവാൻ ഒരു മാർഗമേ ഉള്ളൂ, അത് യേശുക്രിസ്തു എന്ന മാർഗം. എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ഇനി നമുക്കൊരു യാഗവസ്തുവിനെ കൊണ്ടോ ഒരു കുഞ്ഞാടിനെ കൊണ്ടോ ദേവാലയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സകല യാഗങ്ങളെയും നിർത്തം ചെയ്തു യേശുക്രിസ്തുവിൻ്റെ ഒറ്റ യാഗം കൊണ്ട് സകല മൃഗങ്ങളുടെ യാഗം അവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നാം രക്ഷപ്പെട്ടിരിക്കുക. നാം ജനിക്കുന്ന മുമ്പേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? നമുക്ക് വേണ്ടി പരിഹാരം തന്നിരിക്കുക അല്ലേ? നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്ന മുമ്പ് അവിടെ മാതാവ് അല്ലെങ്കിൽ മാതാവ് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. ഇനി അവർക്ക് എന്ത് ചെയ്യുക? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി എന്ന പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന വലിയ മഹാസത്യമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇന്ന് രക്ഷപ്പെടണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അവനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊള്ളുകയും ചെയ്തു കഴിയുമ്പോൾ കർത്താവ് ആ രക്ഷ നമ്മളിലേക്ക് വരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാണ് അധികാരം കർത്താവ് കൊടുത്തിരിക്കുന്നു. ആ അധികാരം പ്രാപിച്ച് രക്ഷയിലേക്ക് വരുവാൻ കർത്താവിൻ്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്നു. രക്ഷയുടെ ഒരേ ഒരു മാർഗമുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കുടുംബ രക്ഷ പ്രാപിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.